നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റോ സർവീസോ നിങ്ങളൊരു കസ്റ്റമർക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. നമ്മളത് കൊടുക്കുമ്പോൾ ആ കസ്റ്റമറിന് നമ്മൾ പറയാതെ കൊടുക്കുന്ന ഒരു വാഗ്ദാനം കൂടിയുണ്ട്. ഞാൻ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റോ സർവീസോ ആണ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നതെന്നുള്ളത്. കാശ് മുടക്കുന്ന ഒരു കസ്റ്റമർ അത് ബൈ ഡിഫോൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യം ഈ ആഫ്റ്റർ സെയിൽസ് ഒരു സ്ട്രാറ്റജി. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം പലപ്പോഴും നിങ്ങളുടെ പ്രൊഡക്റ്റിനേക്കാളും ഉപരി നിങ്ങൾക്ക് ആ കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യാൻ ഉപകരിക്കുക ആ ഒരു പ്രൊഡക്റ്റ് ഫെയിലായെങ്കിൽ നിങ്ങൾ അയാളെ എങ്ങനെ ട്രീറ്റ് ചെയ്തു, കസ്റ്റമറോട് നിങ്ങൾ എങ്ങനെ പെരുമാറി, അയാൾക്ക് എങ്ങനെ നിങ്ങൾ സഹായിച്ചു എന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് കസ്റ്റമർ എപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പോൾ എന്തെങ്കിലും മൂവിങ് പാർട്സ് ഒക്കെ ഉള്ള ഇലക്ട്രോണിക്സോ അങ്ങനെ എന്തെങ്കിലും മേഖലയിലാണ് നിങ്ങൾ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വേണ്ടതാണ് ഈ ആഫ്റ്റർ സെയിൽസ്. അതിലാണ് വാറണ്ടി, ഇതെല്ലാം റീപ്ലേസ്മെൻ്റ് എല്ലാം വരിക, റിട്ടേൺ പോളിസീസൊക്കെ അതിലാണ് വരിക. അപ്പോൾ ആഫ്റ്റർ സെയിൽസ് വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ റെലവൻ്റ് ആണെങ്കിൽ ഉപയോഗിക്കേണ്ടതാണ്.